ഫ്രണ്ട് ലുക്ക് വന്നിരിക്കുന്നത് അസ്ത്ര ബോഡി ആയിട്ടാണ്. ഹേ ഗൈസ്, ബികെ ഓട്ടോമോട്ടീവ്സിന്റെ അതായത് ബസിക്കുട്ടൻ ഓട്ടോമോട്ടീവ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് SMLന്റെ ഒരു ബസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇത് 34 സീറ്റിന്റെ ബസ്സാണ് വരുന്നത്. ഫുൾ AC ബസ്സാണ്. വണ്ടിയുടെ ഫ്രണ്ട് ലുക്ക് വന്നിരിക്കുന്നത് അസ്ത്ര ബോഡി ആയിട്ടാണ്. അതായത് നമ്മൾ പ്രകാശിന്ന് പണിതിറക്കണം 49 സീറ്റ് അസ്ത്ര ബസ്സിന്റെ അതേ ഫ്രണ്ട് ലുക്ക് തന്നെയാണ് വണ്ടിക്ക് വന്നിരിക്കുന്നത്. ആ ഒരു DRൽ മാത്രമാണ് വണ്ടിക്ക് മിസ്സിംഗ് ആയിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞത് SMLന്റെ 34 സീറ്റ് ബസ് ഫ്രണ്ട് ബോഡി പൊട്ടിച്ച് പണിതിരിക്കുന്നത്, അതായത് കിറ്റ് മാറ്റി പണിതിരിക്കുന്നതാണ്. ഫ്രണ്ട് ലുക്കിലേക്ക് വരുമ്പോൾ വണ്ടി മേക്കര ട്രാവൽസിന്റെ വണ്ടിയാണ്. അപ്പൊ മേക്കര എന്നുള്ളത് നല്ലൊരു ഫോണ്ടിലാണ് വണ്ടി അത് കൊടുത്തിരിക്കുന്നത്, സ്റ്റിക്കറിങ്. പിന്നെ മുകളിലൊരു ഫേക്ക് ടോപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് ആ ഒരു ലുക്ക് കിട്ടാൻ, വണ്ടിക്ക് ഒരു കിരീടം വെച്ച പോലത്തെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ 2 കൊമ്പ് വന്നിട്ടുണ്ട്, കൊമ്പ് മിറർ. പിന്നെ അടിയിലേക്ക് വരുമ്പോൾ നല്ലൊരു ലിപ്പും അതിന് നല്ലൊരു റബ്ബർ ബീഡിങ് കൊടുത്തിട്ട് വണ്ടി ഒരു ആ ഒരു ടൂറിസ്റ്റ് ബസിന്റെ ലുക്കിലേക്ക് തന്നെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. 49 സീറ്റ് ടൂറിസ്റ്റ് ബസിന്റെ ലുക്ക്. ഓക്കെ, അപ്പൊ വണ്ടി നമ്മൾ ഫ്രണ്ടിലേക്ക് ഒന്ന് കയറ്റിയിടാണ്. നമ്മുടെ വണ്ടിയുടെ സൈഡ് ലുക്ക് വന്നിരിക്കുന്നത് ഈ ഒരു തരത്തിലാണ്. മഴക്കാലമായിട്ട് നമ്മൾ വീൽ കപ്പ് ഒക്കെ അഴിച്ചു വെച്ചിരിക്കുകയാണ്. മഴക്കാലത്ത് വീൽ കപ്പ് എപ്പോഴും പൊട്ടിപ്പോകാനും ഊരിപ്പോകാനൊക്കെ ചാൻസ് ഉള്ള ഒരു സമയമാണ്. ഇതാണ് ടോട്ടൽ വണ്ടിയുടെ സൈഡ് ലുക്ക് വരുന്നത്. ഇപ്പൊ നമ്മള് സൈഡ് പ്രൊഫൈലാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബോളില് SMLന്റെ ബാഡ്ജിങ് ഉണ്ട്. സൈഡില് മേക്കര ട്രാവൽസ് www.mekeratravels.com അവിടെ സ്റ്റിക്കറിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ പേര് വരുന്നത് ഹീറോയി എന്നാണ് ബ്രാൻഡിങ്ങിൽ അവർ കൊടുത്തിരിക്കുന്നത്. ആ സ്റ്റിക്കർ സൈഡിൽ ഉണ്ടായിരുന്നു, അതിപ്പോ പോയി. പിന്നെ ടോട്ടൽ ലുക്ക് ഈ ഒരു തരത്തിലാണ് വരുന്നത്. അപ്പൊ ഈ ഒരു തരത്തിലാണ് നമ്മുടെ വണ്ടിയുടെ ബാക്ക് ലുക്ക് വരുന്നത്. അപ്പൊ ടാറ്റ മാർക്കോ പോളൊക്കെ ആണെങ്കിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്തായാലും ബാക്ക് പൊട്ടിച്ച് പണിതിരിക്കണം, എന്നാലാണ് നമുക്ക് ഡിക്കി സ്പേസ്, അതായത് സ്റ്റോറേജ് സ്പേസ് കിട്ടുള്ളൂ. അപ്പോൾ SMLന്റെ വണ്ടീനെ സംബന്ധിച്ചിടത്തോളം കമ്പനി തന്നെ നമുക്ക് ബാക്കിൽ സ്റ്റോറേജ് സ്പേസ് തരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഓപ്ഷണലാണ് ബാക്ക് പൊട്ടിച്ച് വേണമെങ്കിൽ അസ്ത്രയുടെ ആ ഒരു ബാക്ക് ലുക്ക് വേണമെങ്കിൽ പണിയാം. അതായത് ആ ഒരു 4 സ്ക്വയർ ലൈറ്റ് ഒക്കെ ഉള്ള ആ ഒരു അസ്ത്ര ലുക്ക് വേണമെങ്കിൽ നമുക്ക് പണിയാം. അപ്പോൾ കമ്പനിയിൽ തന്നെ നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് നമുക്ക് വണ്ടിയുടെ ബാക്ക് ലുക്ക് വരുന്നുണ്ട്. നമ്മുടെ മേക്കര ട്രാവൽസിന്റെ വണ്ടിയുടെ ഉൾഭാഗമാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. അതായത് ഇന്റീരിയർ ലുക്കാണ് നമ്മൾ ടോട്ടലി ഇപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത്. അപ്പൊ ബാക്കിൽ തന്നെ നമുക്ക് അടിപൊളി നല്ല ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. സൈഡിലൊക്കെ സ്ട്രിപ്പ് ലൈറ്റുകളും അതായത് ഫ്ലിക്കറിംഗ് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സീറ്റുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഒക്കെ പുഷ് ബാക്ക് സീറ്റുകളാണ്. പിന്നെ AC വന്നിരിക്കുന്നത് ജിങ്കി AC ആണ് നമുക്ക് വണ്ടി കൊടുത്തിരിക്കുന്നത്. പിന്നെ പൈനിയറിന്റെ സ്പീക്കേഴ്സ് ആണ് വണ്ടിയിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ വണ്ടിയുടെ ക്യാബിൻ വരുന്നത് ഈ ഒരു തരത്തിലാണ്. SMLന്റെ ആ ഒരു മിനിറ്റ് ഡോർ അടക്കിട്ടെ. അപ്പൊ നമ്മുടെ മീറ്ററിന്റെ ഭാഗം എവിടെയാണ് വരുന്നത്? നമ്മുടെ ഫ്യൂൽ ഗേജ്, നമ്മുടെ RPM മീറ്റർ, ഹീറ്റിന്റെ എല്ലാതും അനലോഗ് മീറ്റർ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വന്നിട്ടുണ്ട്. നമ്മുടെ സ്റ്റിയറിംഗ് SMLന്റെ ആ ഒരു കമ്പനി സ്റ്റിയറിംഗ് തന്നെ നല്ല ലുക്കോട് കൂടിയിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ടോട്ടൽ ക്യാബിൻ വരുന്നത്. പിന്നെ ഗിയർ വരുന്നത് വ്യത്യാസമുണ്ട്. നമ്മുടെ ഫസ്റ്റിന്റെ അവിടെയാണ് റിവേഴ്സ് വരുന്നത്. അതായത് കാർ ഓടിക്കുമ്പോഴുള്ള ഗിയർ നോക്കുമ്പോൾ ഫസ്റ്റിന്റെ അവിടെയാണ് റിവേഴ്സ്, പിന്നെ സെക്കൻഡിന്റെ അവിടെ ഫസ്റ്റ്, അങ്ങനെ ആ ഒരു തരത്തിലാണ് ഗിയർ ഷിഫ്റ്റിംഗ് വരുന്നത്. ക്യാബിൻ മൊത്തത്തില് ഇത്ര തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പൊ ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ മേക്കര ട്രാവൽസിന്റെ SML 34 സീറ്റ് ബസ്സിന്റെ വിശേഷങ്ങൾ വരുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ഇത്രയും നേരം ഈ ഒരു ബസ് നമുക്ക് വേണ്ടിയിട്ട് റിവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് തന്നത് നമ്മുടെ ഈ വണ്ടിയുടെ ഓണർ ആയിട്ടുള്ള അനൂപേട്ടനാണ്. അനൂപേട്ടൻ നമുക്ക് സ്വാഗതം ചെയ്യാം. അനൂപേട്ട, കുറെ നാളായിട്ട് നമ്മള് കണ്ടിട്ട് ആ ഒരു വണ്ടിയുടെ ഒരു വീഡിയോ എടുക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വിളിച്ച് ശല്യം ചെയ്യാറുണ്ട്. പണ്ട് അതിലും വിളിക്കും, ഞാനും വിളിക്കും. അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് പറ്റിണ്ടായിരുന്നില്ല, വണ്ടി ഓട്ടങ്ങളുടെ തിരക്കുണ്ടായിരുന്നു. ഇപ്പോഴാണ് ഒത്തു കിട്ടിയത്. അപ്പൊ അനൂപേട്ടനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. അപ്പൊ ഈ ഒരു ഫീൽഡില്, അതായത് ഈ ഒരു സെഗ്മെന്റിൽ ടാറ്റ മാർക്കോ പോളോ ഉണ്ട്, ഫോഴ്സിന്റെ ഒരു മോണോ ബസ് ഉണ്ട്, പിന്നെ SMLന്റെ നമുക്ക് ഇപ്പൊ 24 സീറ്റ് ഉണ്ട്, ഈ ഒരു 34 സീറ്റ്. ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ ഇത് AC എന്ന് പറഞ്ഞാല് ഭയങ്കര കൂളിംഗ് ആണ്. കമ്പനി ജിങ്കി AC വരുന്നുണ്ട്. അതെ അതെ. പിന്നെ ഒരു ഓപ്ഷൻ പറഞ്ഞ ഇതിന്റെ യാത്രാസുഖം ഭയങ്കര കംഫർട്ടാണ്. അതായത് ഇപ്പം നമ്മളിപ്പോ യാത്രാസുഖമാണ് ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് പറയുന്നത്. പിന്നെ മൈലേജ്, ബാക്കി വണ്ടിയുടെ ലുക്ക് കാര്യങ്ങള് നമുക്കറിയാലോ. മറ്റു ബസ്സുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സീറ്റുകൾ ചിലപ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. മാർക്കോ പോളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മളിത് കമ്പനിയിൽ തന്നെ പുഷ് ബാക്ക് സീറ്റുകൾ നമുക്ക് തരുന്നുണ്ട്.
പിന്നെ ക്യാബിൻ സെപ്പറേഷനും കമ്പനിയിൽ നിന്ന് തന്നെ തരുന്നുണ്ട്. മറ്റേ ബസ്സുകൾക്ക് നമുക്ക് എക്സ്ട്രാ അതിനു വേണ്ടി ചെലവ് ഇറക്കണം. ആ ഒരു ബാക്കിലത്തെ ഡിക്കി സ്പേസ് ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ടെൻഷൻ ഇല്ല. വണ്ടി നമ്മള് ഷോറൂമിൽ നിന്ന് ഇറക്കണു, നമ്മുടെ പേരടിക്കണു, നമുക്ക് നേരെ ഓട്ടം വിടാം. വേണമെങ്കിൽ നമുക്ക് ചെറുതായിട്ട് ഒരു മ്യൂസിക് സിസ്റ്റം ആഡ് ചെയ്യാം. ഓക്കെ, അത്രയ്ക്ക് തന്നെയാണ്. നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. നമുക്ക് രണ്ടുപേരെയും കൂടിയിട്ട് വീഡിയോയിലേക്ക് ക്ഷണിച്ചാലോ? ആദ്യം നമുക്ക് അനൂപേട്ടന്റെ വൈഫായിട്ടുള്ള ചേച്ചി എന്താ വരാത്ത? നമുക്ക് നമ്മുടെ വണ്ടിയുടെ സാരഥി ആയിട്ടുള്ള ഇക്കയുടെ പേരെന്താ? പേര് ഇക്കാണ്. ഇന്നലെ 2 പ്രാവശ്യം എന്നെ വിളിച്ചു. എനിക്ക് കോൾ എടുക്കാൻ പറ്റില്ല. രാത്രി വിളിച്ചു, എന്താ എടുക്കാത്ത, ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തന്ന് ചോദിച്ചു. അപ്പോഴേ ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ അങ്ങനെ ഒരു എയർപോർട്ട് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പൊ ഇക്കയാണ് വണ്ടി കൊണ്ടു നടക്കണത്. അപ്പോ SML വണ്ടി ഉപയോഗിച്ചിട്ട് ഇത്ര നാൾ ഉപയോഗിച്ചിട്ട് എന്താണ് പറയാനുള്ളത് ഈ വണ്ടിയുടെ ഒരു? SML വണ്ടി കുഴപ്പമൊന്നുമില്ല, യാത്രയൊക്കെ നല്ല സുഖമാണ്. നമുക്ക് ആൾക്കാരെ സേഫ്റ്റി ആയിട്ട് കൊണ്ടുപോകാനും കൊണ്ടുവരാനൊക്കെ നല്ല പറ്റിയ വണ്ടിയാണ്. പിന്നെ വേറെ കംപ്ലൈന്റുകളൊന്നും പറയാനില്ല അതില്. ലോങ് ഒരു കുഴപ്പമില്ല. ഞാനൊക്കെ ലോങ് സിംഗിൾ തന്നെയാണ് നമ്മൾ പോവാറ്. എത്ര നേരമായാലും നമ്മൾ ഇരുന്ന് ഓടിക്കും. അങ്ങനെയൊക്കെയാണ്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ തന്നെയാണ് ഈ വണ്ടിയുടെ വിശേഷങ്ങൾ. കുറച്ച് റണ്ണിങ് ഷോട്ടുകളും കൂടി കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. മറ്റൊരു കിടുക്കൻ വീഡിയോ ആയിട്ട് നമുക്ക് ഇനി വരുന്നതായിരിക്കും. ഓക്കെ, ബൈ. ഓട്ടോ ഷേർട്ട് നോക്കിയ മാസമായിട്ട്